നമ്മളിപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണ്, മേക്കപ്പ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും കല്യാണത്തിന് അന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മുഖത്തിട്ട് പരീക്ഷിക്കരുത്. ഒരു 2 ദിവസം മുന്നേ നിങ്ങൾ 2-3 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ചേരുന്നുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ അന്ന് വെച്ച് നിങ്ങൾ വലിച്ചു വാരി തേമ്പിയിട്ട് പിന്നെ അത് കഴുകാനും വയ്യ, അതാക്കാനും വയ്യ, നേരമില്ല, ആ ഒരു കണ്ടീഷനിലേക്ക് പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നത്. അത് 2 ദിവസം മുന്നേ ഞാൻ കല്യാണം അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു സാരി ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സാരി ഒന്നും എടുക്കില്ല, ബട്ട് മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ഒരു 300 റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്ത മേക്കപ്പാണ്. ഞാൻ അത്ര മേക്കപ്പ് പ്രേമിയല്ല, പക്ഷേ എനിക്ക് അത് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവേ ഞാൻ പണ്ടൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുട്ടി അടിച്ച പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ ബാക്കിയുള്ളവരത് കാണുമ്പോഴും ഇടങ്ങാറാണ്, എൻ്റെത് കാണുമ്പോഴും എനിക്ക് ഇടങ്ങാറായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചെയ്തത് ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് രാവിലെ എണീറ്റതിന് ശേഷം ഒന്ന് മുഖം വാഷ് ചെയ്തു, ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തു, പിന്നെ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് ഇത്രേ ചെയ്തോളൂ. തലേന്ന് ഞാൻ ചില്ലറ പാക്കുകളൊക്കെ ഇട്ടു. അങ്ങനെ തലേന്ന് ഇടരുത്, ചിലർക്ക് അലർജി ഉണ്ടായിരുന്നു, ചിലർക്ക് അലർജി ഉണ്ടാവാതിരിക്കാൻ പുതിയ പാക്കുകളൊന്നും തലേന്ന് വെച്ച് ചെയ്യരുത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി ഞാൻ ഉപയോഗിക്കുന്ന പാക്ക് ആയതുകൊണ്ട് അത് ഞാൻ ഇട്ട്. പാക്കിൻ്റെ പേര് മൊറോക്കൻ ഫേസ് പാക്കാണ്. അതിലൊരു ബ്ലാക്ക് സോപ്പ് ഉണ്ട്, വൈറ്റ് ക്ലേ മാസ്ക് ഉണ്ട്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ക്ലേ മാസ്ക് ആണ് ചേരാറ്. അപ്പോൾ ഞാൻ അതിട്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ അത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ശേഷം ഞാൻ ഇട്ട 2 ഡെയിലി സ്കിൻ കെയറുള്ള 2. ഇത് ഇടാതെ ഒരിക്കലും ഞാൻ ഒരു പരിപാടിക്കും പോകില്ല. കാരണം നല്ല വെയിലാണ്, ഇത് ഇട്ടില്ലെങ്കിൽ കരിഞ്ഞ് ഉണങ്ങി പോകും. അപ്പോൾ കല്യാണം അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞുള്ള ലൈഫും കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്ത് നമുക്ക് ആദ്യം ഇതിടാം. ഓക്കെ, നമുക്കൊരു ഇത്തിരി എടുക്കാം. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊന്നും പോവില്ലല്ലോ, റീക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും ഇടാം. കുറച്ചധികം ഇടുക. ഓയിലി സ്കിൻ ആണെങ്കിൽ അതിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിക്കുക. ഏതൊക്കെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് എന്തൊക്കെ ചേരുന്ന ആദ്യം അറിയണം. ഇത് അതുപോലെ വേണം സ്കിൻ കെയർ ചെയ്യാൻ. സ്കിൻ കെയറിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ എന്താവും, അന്നത്തെ ഓവറോൾ ലുക്ക് തന്നെ മാറിപ്പോകും. കാരണം ഇപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഓയിലി ടൈപ്പ് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളും വാഷ് ഔട്ട് ആയി പോകും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വിയർക്കല്ല, അന്നപ്പോൾ അതങ്ങനെ പോകും. അപ്പം നല്ല കറക്റ്റ് കാര്യം ശരിയാണ്. പിന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് ലിപ് ബാം. ഇത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടാൽ ലാസ്റ്റിലേക്ക് സെറ്റായി. പിന്നെ ഉള്ളതാണ് സ്വിസ് ബ്യൂട്ടീൻ്റെ പ്രൈമർ. ഇത് 300ൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റാണ്. 300ൻ്റെ ഉള്ളിലല്ല, 400ൻ്റെ ഉള്ളിലുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 350 അങ്ങനെ എന്തോ റേഞ്ചിലുള്ളതാണ്. ഇത് പ്രൈമർ മാത്രമല്ല, ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി, ഇത് ഭയങ്കര ഗ്ലോ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മേലെ എന്ത് അപ്ലൈ ചെയ്താലും നമ്മൾ കുറച്ച് ഗ്ലോ ആയിട്ട് നിൽക്കും പ്രൊഡക്റ്റാണത്. നമുക്ക് കുറച്ച് എന്താ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ഇട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് സ്മൂത്തായ പോലെ മുഖം. അതിൻ്റെ ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും എന്തും വേഗം ബ്ലെൻഡ് ആവുന്ന പോലെ നമുക്ക് തോന്നും. നല്ലോണം ഇത് ചെയ്തെടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് കൂടി പോയാ ഇതിലൂടെ കാണുമ്പോൾ കൂടി പോലെ തോന്നും. വേണ്ടില്ല, നമ്മളത് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതിന് മേലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ സെറ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ വേണ്ട സാധനമാണ് ഇത്, കളർ കറക്റ്റർ. ഇത് പൊതുവെ ഞാൻ ഉപയോഗിക്കലില്ലായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയാണ് ഞാൻ അതൊക്കെ മേടിച്ചത്. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി എല്ലാം കവർ. ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. ഇതിൽ ഒരുപാട് ഷെയ്ഡുണ്ട്. ഓറഞ്ച്, ഡാർക്ക് വൈറ്റ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ താടിൻ്റെ അടിയിലൊക്കെ ഒരു ഡാർക്ക് കളർ ഉണ്ട്. അപ്പോൾ ഞാൻ ഓറഞ്ച് ഉപയോഗിച്ച് എന്താക്കാണ്, അത് ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഓറഞ്ച് ഉപയോഗിച്ചിട്ട് ഓവർ ഡാർക്ക് ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓറഞ്ച് ഉപയോഗിച്ചിട്ട് ആദ്യം കോട്ടിങ് അടിക്കാം. കണ്ണിൻ്റെ അടിയിലെ ബ്ലാക്ക് ഒക്കെ ഉള്ളവർ ഉള്ളിലും നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ ഉപയോഗിച്ച് ചെയ്താൽ മതി. സ്പഞ്ച് ഉപയോഗിക്കേണ്ടവർക്ക് സ്പഞ്ച് ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഞാൻ റെഡ് അപ്ലൈ ചെയ്ത് ഒന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ഇതിലെ ഡാർക്ക് ഷെയ്ഡ് എടുക്കണം. എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. ഇതിൽ ഡാർക്ക് എടുക്കാം. ഇതുപോലെ എന്ത് ചെയ്യുക, കോട്ട് ചെയ്ത് കൊടുക്കാം.
ഉണ്ടോ? ഇവിടുത്തെ അതേ ഷെയ്ഡായിരിക്കും ഇവിടെ വരിക. ഇതിൻ്റെ ഒക്കെ വെവ്വേറെ കളർ, കവിള് വേറെ കളറ്, കണ്ണ് വേറെ കളറ്, ചുണ്ട് വേറെ കളറ്, അങ്ങനെയാണ്. നമ്മൾ എന്നോട്ട് അപ്ലൈ ചെയ്ത് ഞങ്ങൾ പ്രേതത്തിനെ പോലെ ഇനി നമ്മൾ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് തല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് മസ്റ്റാണ്. ഓക്കെ, ബ്ലെൻഡ് ചെയ്താലാണ് എക്സ്ട്രാ കളർ നമുക്ക് എന്തിലാവുള്ളൂ, ബ്ലെൻഡറിലേക്ക് വരുള്ളൂ. നമ്മളങ്ങനെ അത് ചെയ്തു. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഞാൻ ടിൻറ്റഡ് ആണ് എടുക്കുന്നത്, ടിൻറ്റഡ് ഫൗണ്ടേഷൻ ആണ് എടുക്കുന്നത്. ഇതും ഇൻസൈറ്റിൻ്റെ ആണ്. ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യില്ല, ഇപ്പം ഇട്ടോടത്ത് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. എല്ലായിടത്തും അപ്ലൈ ചെയ്യരുത്. കവിള് എക്സ്പെഷ്യലി എന്നെ പോലുള്ളവർക്ക് കവിള് വേറെ കളർ, ഇവിടെ വേറെ കളർ, അങ്ങനെയുള്ളവർക്ക് കവിളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഇത് കറക്റ്റായി കൊണ്ടുവരിക. എനിക്കങ്ങനെ തോന്നി, എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല, എനിക്കങ്ങനെ ഇട്ടപ്പോൾ തോന്നിയത്. ഇതാണ് എന്ത് ചെയ്യണം, സ്പഞ്ച് തേച്ച് ഒന്ന് ഇതാക്കി കൊടുക്കണം. എൻ്റെ കവിളിലേക്ക് ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പോൾ കുട്ടി അടിച്ച പോലെ തോന്നും. അപ്പം ഞാൻ കറുപ്പുള്ളടത്ത് മാത്രം കവർ ചെയ്തിട്ട് എന്താക്കും, ഷെയ്ഡെല്ലാം ഈക്വൽ ആക്കും. ഇവിടുത്തെ കളർ തന്നെ എന്താക്കും ഇവിടേക്ക് കൊണ്ടുവരും. അങ്ങനെ ആക്കി. പണ്ട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഒപ്പിച്ച് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ വെവ്വേറെ കളറായി തോന്നും. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം. ഐ മേക്കപ്പാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓവറോൾ ലുക്കിനെ കുറച്ചുകൂടി ഭംഗിയാക്കുക. എനിക്ക് അങ്ങനെ തോന്നി, എൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയത്. അപ്പോൾ ഐ മേക്കപ്പിന് മുന്നേ വേറൊരു സാധനം കൂടി അപ്ലൈ ചെയ്യാണ്ട് കാണിച്ചു തരാം. അതാണ് മാർസിൻ്റെ സെറ്റിംഗ് പൗഡർ. ഇതും ഒരു 300ൻ്റെ ആ ഒരു റേഞ്ചുള്ള ഇതാണ്. ഇത് മസ്റ്റാണ്, അല്ലെങ്കിൽ ക്രീമി ആയി പോകില്ല മൊത്തത്തിൽ. ഇതിങ്ങനെ എടുക്കാം. ഇവിടെ നമ്മൾ എവിടെയൊക്കെ ഇതാക്കണ്ടേ അവിടെയൊക്കെ എന്താക്കാം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടില്ലേ, ആ ഏരിയ ഒക്കെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടൊന്ന് വെച്ചോളൂ. അപ്പോൾ ഞാൻ ആ പൗഡർ ഉപയോഗിച്ചുണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ തന്നെ കണ്ടില്ല, ഒരു ഏകദേശം ആ തുടക്കത്തിൽ കണ്ടിരുന്ന അതൊക്കെ പോയില്ല. നമ്മൾ കണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് വരും. ഇനി കണ്ണിന് നമുക്കൊരു ഐ ഷാഡോ പാലറ്റ് വേണം. അതും ഞാൻ ഹുദാ ഗേൾ പറഞ്ഞൊരു ഇതുണ്ട്. ഇതും 300ൻ്റെ ആ റേഞ്ചിലുള്ള ഐ ഷാഡോ പാലറ്റാണ്. എല്ലാ കളറും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അറിയില്ല, ഇതിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഷെയ്ഡ് ഈ ഡാർക്ക് ഷെയ്ഡാണ്. ഓക്കെ, ഈ ഡാർക്ക് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പിങ്ക് വേണം, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ഷിമ്മർ വേണം, അങ്ങനെ സാധനങ്ങളൊക്കെ വേണം. അപ്പം ആദ്യം ഡാർക്കല്ല ഉപയോഗിക്കുന്നത്, ആദ്യം നമുക്ക് പിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് നമുക്കൊരു ബ്രഷ് എടുക്കാം. ഈ ബ്രഷ് എടുക്കാം, ഈ ഉപയോഗിക്കുന്ന ബ്രഷാണ്. അപ്പം നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കാം. ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഒന്ന് കൊട്ടി കൊടുക്കാം. കൊട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് പെയിന്റ് അടിച്ച് കൊടുക്കാം. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കൂടെ ഒന്നാക്കി കൊടുത്താൽ മതി, കണ്ണിൻ്റെ മേലെ കൂടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. എന്നിട്ട് അങ്ങനെ കുറച്ചധികം തേച്ച് കൊടുക്കാം. കുറച്ചധികം തേച്ചാൽ അതവിടെ കുട്ടി കളറാൻ ഉണ്ടാവുള്ളൂ. ലൈറ്റായിട്ട് ചെയ്യേണ്ടവർക്ക് ലൈറ്റായിട്ട് ചെയ്യാം. നല്ല ഡാർക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടവർക്ക് ഭയങ്കരമായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഡാർക്കല്ല അപ്ലൈ ചെയ്തേ, ഇത്ര മതി. ഇത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്ക് ഷെയ്ഡ് എടുക്കാം. ഡാർക്ക്
എന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടേക്കല്ല, നമ്മൾ ഐലൈനർ പോലെ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഡാർക്ക് ഉപയോഗിക്കുന്നത്. ഡാർക്ക് പൗഡർ അതെടുക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ണൊക്കെ നോക്കി ചെയ്യാം. ഈ പൗഡർ ഉപയോഗിച്ച് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മോക്കി ഐ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാം, കാജൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. നമ്മൾ ലൈറ്റായിട്ടൊരു ഡാർക്ക്നെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് അത്ര ഫിനിഷിങ് വരില്ല. നമ്മൾ കാജൽ ഉപയോഗിക്കേണ്ട, കാജലോ അല്ലെങ്കിൽ ഐലൈനറോ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ മാർസിൻ്റെ കാജൽ തന്നെയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ എത്ര റേഞ്ച് ആയിരുന്നു? ഇതൊരു 200 150 അങ്ങനെ എന്തോ ഒരു റേഞ്ചിലുള്ള കാജലാണ്. സ്മഡ്ജ് ടൈപ്പ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഈ ലൈനിൽ എഴുതി കൊടുക്കണം, ഉള്ളിലും എഴുതി കൊടുക്കണം, പുറത്ത് എഴുതി കൊടുക്കണം. അപ്പോൾ ഞാൻ തൽക്കാലത്തിന് ചെയ്യുന്നത് പുറത്ത് മാത്രം എന്താണ് എഴുതുന്നുള്ളൂ. അങ്ങനെ കാജൽ എഴുതി കൊടുക്കണം. കാജൽ എഴുതിയാൽ മാത്രം പോരാ, അത് നമ്മൾ എന്താക്കണം, ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. കുറച്ച് അധികം ഡാർക്കായി, കുറച്ച് ഡാർക്ക്നെസ് കുറയ്ക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു വിങ് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വിങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വിങ് ഇടുന്നില്ല, ഞാൻ കല്യാണ പരിപാടിക്ക് വിങ് ഇട്ടിരുന്നു, പക്ഷെ ഇപ്പോൾ ഇടുന്നില്ല. ഓക്കെ, ഇനി നമുക്കിത് ഏത് ഷിമ്മറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ അപ്ലൈ ചെയ്യാം. ഏത് കോസ്റ്റ്യൂമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഷിമ്മറാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് ഈ കണ്ണിൻ്റെ മേലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. എല്ലോട് താക്കരുത്, കണ്ണിൻ്റെ മേലെ മാത്രമാക്കുക. കാരണം എല്ലോട് തായി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. നമ്മളത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് പുരിക റെഡിയാക്കാം. പുരികത്തിന് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, ജെല്ല്. എനിക്ക് തോന്നുന്നത് പെൻസിലിനെക്കാളും പുരികം വരയ്ക്കാൻ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു പുരികന് ചീകാനുള്ള ഒരു ബ്രഷ് ഉണ്ട്, വരയ്ക്കാൻ അപ്പുറത്തെ സൈഡുണ്ട്. പൗഡറും ഉണ്ട്, ജെല്ലും ഉണ്ട്, രണ്ടുണ്ട്. പൗഡർ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അല്ലോ, അങ്ങനെ വരച്ചതാണെന്ന് തോന്നില്ല, നല്ല നാച്ചുറൽ ഭംഗിയായിരിക്കും കാണാൻ. നമുക്ക് പുരിക്കും റെഡിയാക്കി. ഇതും 200 300 പല റേഞ്ചിലുള്ളുണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതല്ല, ഓൺലൈൻ വഴി മേടിച്ചതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഇതിന് കുറച്ച് വില ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ അങ്ങനെ വയ്ക്കാം. ദെൻ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിലും ആ ഓവറോൾ ലുക്ക് അങ്ങ് കൊള്ളാം. അതിന് ഞാൻ 2 ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ കാണിച്ച 2 ഷെയ്ഡാണ്, ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാം. നമുക്ക് ഏത് ഷെയ്ഡാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഷെയ്ഡ് പോലെ അപ്ലൈ ചെയ്യാം. ലൈറ്റ് ഷെയ്ഡ് ഇനിയാണ് ഒരു ലിപ് ലൈനർ ഉപയോഗിക്കാം. ഇതാണ് എൻ്റെ ലിപ് ലൈനർ. എന്നിട്ടൊന്ന് ലൈന് ചെയ്ത് കൊടുക്കുക.
കണ്ടില്ലേ? നമുക്കൊരു നോർമൽ റെഡ് കളർ പൊട്ടിടാം. സാരി ഏതാണ്, ഡ്രസ്സ് ചുരിദാർ ഏതാണ്, ആ ഒരു ഇതിലേക്ക് ചേരുന്ന ടൈപ്പ് പൊട്ടെടുക്കാം. ഓക്കെ, അപ്പം ഇതായിരുന്നു അന്ന് എൻ്റെ മേക്കപ്പ്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. ഇതും എന്താക്കുക, ഒന്ന് മുഖത്തൊന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ലോങ് ഒന്ന് അടിക്കട്ടോ. ഇതൊന്ന് കുറച്ച് നേരം ഫാനിൻ്റെ അടി നിന്നാൽ സെറ്റ് ചെയ്യും. ഫാനിൻ്റെ അടി നിൽക്കണം. അപ്പോൾ ഇതായിരുന്നു അന്നെൻ്റെ മേക്ക് ഓവർ. അപ്പോൾ ഇതാണ് അന്ന് ഞാൻ ചെയ്ത മേക്കപ്പ്. വളരെ സിമ്പിളാണ്. പിന്നെ അങ്ങനെ ഓവർ വിലേൻ്റെ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിച്ചില്ല. നീറ്റാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യുന്ന കുറച്ച് നീറ്റായി ചെയ്യുകയാണെങ്കിൽ കുട്ടിയടിച്ച പോലെ ഉണ്ടാവില്ല. അങ്ങനെ ഓവർ മേക്കപ്പ് ആണെന്ന് പറയില്ല. അങ്ങനെ നമുക്ക് നീറ്റായിട്ട് മേക്കപ്പ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ കവിളിലൊന്നും ചെയ്തില്ല. ബ്ലഷ് ഇടേണ്ടവർക്ക് ബ്ലഷ് ഇടാം കേട്ടോ. എൻ്റെ മുഖം കുറച്ച് ഒരു തടിച്ച മുഖമായതുകൊണ്ട് ഞാൻ ബ്ലഷ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മുഖം വിരിഞ്ഞവരാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്ലഷൊക്കെ. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. പിന്നെ മുഖം ഒരു ഗ്ലോ കാണുന്നില്ല. അത് മുന്നേ ഹൈലൈറ്റർ പ്രൈമർ ആയതുകൊണ്ടാണ് ആ ഒരു ഗ്ലോ കാണുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങും. അതിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും. ഇതൊരു പ്രൈമറാണ്, ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനി മുടി എങ്ങനെ കെട്ടണ്ടേ അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഞാൻ അന്ന് എക്സ്റ്റൻഷൻ വെച്ചതാണ്, ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതാണ്. നോർമലി വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും വെക്കുന്നില്ലെന്ന്. ഞാൻ കല്യാണത്തിന് അങ്ങനെയാണ് വെച്ച് പോയത്. അപ്പോൾ നല്ല ഭംഗിയാണ്. മുല്ലപ്പൊക്കെ വെച്ച് വരുമ്പോൾ നല്ല നീറ്റ് ആയിരിക്കുന്നതാണ്. എന്താ അത്രയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കാര. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. മസ്കാര നിങ്ങൾ അപ്ലൈ ചെയ്യണം. മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കരമായിട്ട് എന്താ ഓപ്പൺ ആയി നിൽക്കുന്ന പോലെ തോന്നും. വിങ്സ് എഴുതിയാലും അതുപോലെ തന്നെ ഓപ്പൺ ആയി നിൽക്കുന്ന പോലെ തോന്നും. ചിലവർക്ക് അടിയിൽ എഴുതിയാൽ ഒന്ന് സ്മഡ്ജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഓപ്പൺ ആയി തോന്നും. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എഴുതി കഴിഞ്ഞാൽ കണ്ണ് ചെറുതായി പോയ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ മസ്കാര ഇടുന്നില്ല. മസ്കാര നിങ്ങൾ കൂടുതലും വാഷബിൾ, പെട്ടെന്ന് കഴുകി പോകാൻ പറ്റുന്ന ടൈപ്പ് മേടിക്കാം. ഇങ്ങനെ വാട്ടർ പ്രൂഫ് ടൈപ്പ് ഒന്നും മേടിക്കരുത്. കാരണം അത് തേച്ച് പോക്കാനും പണിയാണ്, എല്ലാത്തിനും പണിയാണ്. അപ്പോൾ അത് വാഷബിൾ ആയിട്ടുള്ള നല്ലതൊന്നും നോക്കി മേടിക്കാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ എസെൻസിൻ്റെയാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചില്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇത് ഓൺലൈൻ വഴി ഇത് കിട്ടുമെന്നും അറിയില്ല, ഇതിന് എത്ര ബഡ്ജറ്റും എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് മേടിക്കുമ്പോൾ ഒരു 10 റിയാലോ അങ്ങനെ എന്തായിരുന്നു ഉണ്ടായി, 10-12 റിയാലോ അങ്ങനെ കൊടുത്തിട്ട് വാങ്ങിച്ചു. അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായ മസ്കാരം നിങ്ങൾ അപ്ലൈ ചെയ്യാതെ പോയത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രൊഡക്റ്റൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് എല്ലായിടത്തും വാരി പൊത്താതെ അത്യാവശ്യത്തിന് കിട്ടിട്ട് മേക്കപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണ്, മേക്കപ്പ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും കല്യാണത്തിന് അന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, മുഖത്തിട്ട് പരീക്ഷിക്കരുത്. ഒരു 2-3 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ചേരുന്നുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ അന്ന് വെച്ച് നിങ്ങൾ വലിച്ചു വാരി തേമ്പിയിട്ട് പിന്നെ അത് കഴുകാനും വയ്യ, അതാക്കാനും വയ്യ, നേരമില്ല, ആ ഒരു കണ്ടീഷനിലേക്ക് പോകരുത്. പണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്ത് ഒരാഴ്ച മുന്നേ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ ആദ്യത്തെ ഇടയിൽ എനിക്ക് കുട്ടിയടിച്ച പോലെ തോന്നി. ഞാൻ ചോദിച്ചത് ഞാൻ വീണ്ടും വാങ്ങിച്ചിട്ട് കേട് വ്യക്തി കളയേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് പിന്നെയും പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്ത് പിറ്റേന്ന് ഞാൻ വീണ്ടും മാറ്റി പിടിച്ച് കവിളൊന്നും ഇടാതെ എവിടേക്ക് കലകളുള്ള അവിടെ മാത്രം ഇട്ട് സെറ്റിംഗ് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നീറ്റായി തോന്നി, നല്ല വൃത്തിയായി തോന്നി. അപ്പം അങ്ങനെ. അതുപോലെ കുറച്ച് നല്ല ഇരുണ്ട ആൾക്കാരൊന്നും ഒരിക്കലും ഫൗണ്ടേഷൻ്റെ കളർ തെറ്റിച്ച് വാങ്ങിക്കരുത്. ഫൗണ്ടേഷൻ നിങ്ങൾ ഏത് കളറാണോ കറക്റ്റ് എടുക്കുന്നത് അതുപോലെ ഉണ്ടാവും. അപ്പം ഞാൻ വാങ്ങിച്ച ഈ ഫൗണ്ടേഷന് എൻ്റെ കവിളിലേക്ക് അത് കുറച്ച് ഡാർക്കാണ്. അപ്പം ഞാൻ കവിളിലൊന്നും ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തില്ല. ഞാൻ ഇവിടെയൊക്കെ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. കവിളിൽ ഞാൻ നോർമലി വിട്ടിക്കണം, ഒന്നും ചെയ്യാതെ അവിടെ ഇട്ടിക്കണം. ഹൈലൈറ്റ് മാത്രമേ ഉള്ളൂ കവിളിൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. കറക്റ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ വാങ്ങിക്കുക, ഓവർ ലൈറ്റ് ഫൗണ്ടേഷൻ മേടിക്കുക, ഒന്നെങ്കിൽ കറക്റ്റ് ഷെയ്ഡ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ബിറ്റ് ഒരു ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഷെയ്ഡ് വാങ്ങിക്കാം. ഇതൊക്കെയാണ് ശരിക്കും നോക്കേണ്ടത്. ഫൗണ്ടേഷൻ മേടിക്കുന്നതിന് മുന്നേ ഇതൊക്കെയാണ് നോക്കേണ്ടത്. മാക്സിമം നിങ്ങൾ ഓൺലൈൻ വഴി മേടിക്കാതെ ഫൗണ്ടേഷൻ നിങ്ങൾ ഡയറക്റ്റ് പോയി മേടിക്കുക. ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് ഒക്കെ ഓൺലൈൻ വഴി മേടിക്കാതെ ഡയറക്റ്റ് പോയി ട്രൈ ചെയ്തതിന് ശേഷം ആ ഷെയ്ഡ് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക, ഓൺലൈൻ വഴി മേടിക്കുക. അതാണ് എനിക്ക് തോന്നിയ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഞാൻ ലിപ്സ്റ്റിക് അങ്ങനെ മേടിക്കുന്നുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ഞാൻ പ്രാവശ്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷനാണ്. ഇതൊക്കെ നന്നായാൽ തന്നെ മേക്കപ്പ് ഓവറോൾ ഓക്കെ ആവും. നമ്മളും ഓക്കെ ആവും. മേക്കപ്പ് നല്ലതല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആവില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ശരി.